ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ പേർഷ്യൻ മലയാളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി. ഞങ്ങൾക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായി. അപ്പം ഞങ്ങൾക്ക് ഡിന്നർ ടൈമായി. ഇപ്പോൾ ഇവിടെ 9 മണിയാവാറായി രാത്രി. അപ്പോൾ ഞാനിന്ന് വീട്ടിലൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിന്നർ വെളിയിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിപ്പം ദുബായ് അൽനാദയിലല്ലേ വേണ്ട? അല്ല, അല്ലാതെ അല്ല, ഇത് ഗിസൈസിലാണ്. നമ്മൾ ദുബായ് അൽനാദയിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ഇടയ്ക്കല്ല കുറച്ചു കാലമായി അവിടെ പോയി കഴിച്ചിട്ട് ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ. നമ്മൾ ആക്ച്വലി നമുക്ക് അല്ലാതെ കുറച്ച് ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. പക്ഷെ നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് മോസ്റ്റ്ലി അവരെല്ലാവരും അല്ലാതെ ഏരിയ. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് കൊണ്ടുവന്ന് ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഒത്തിരി നാളായി ചിക്കൻ കഴിച്ചിട്ട്. ഞങ്ങൾ ചിക്കനേ വാങ്ങാറില്ല വീട്ടിൽ. എനിക്ക് ചിക്കൻ വീട്ടിൽ ഇവിടുന്ന് വാങ്ങി ചിക്കൻ, ഫ്രോസൺ ചിക്കൻ ഒന്നും വാങ്ങി വെക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും ഫിഷാണ് വാങ്ങി വെക്കാറ്, അല്ലെ വെജിറ്റബിൾസ് ഒക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പം ഏതായാലും ഫ്രണ്ട് ആഗ്രഹിച്ചതല്ലേ ചിക്കൻ കഴിക്കണമെന്ന്, നമുക്കൊന്നൊക്കെ പോയി കഴിച്ചേക്കാം. ഞങ്ങളിപ്പോൾ ഗിസൈസിൽ നിന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളിപ്പം അൽനാദയിൽ എത്തിയിട്ടുണ്ട്. ഇത് അൽനാദ ഏരിയ ആണ്. ഇവിടെ അൽനാദയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഒരുപാട് അൽനാദയിലുണ്ട്. അപ്പോൾ അതിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇന്ന് കഴിക്കാൻ വിചാരിച്ചു. ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഇതൊരു വലിയൊരു പാർക്കാണ്. ഇതിന് പോൺ പാർക്ക് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ അൽനാദ പോൺ പാർക്കാണ് ഈ കാണുന്നത്. നല്ലൊരു പാർക്കാണത്. എന്താണ് പറയാ, ഒരു വലിയൊരു പോണ്ടും ഒക്കെ ഉള്ള നല്ലൊരു പാർക്ക്. അപ്പം ഇത് കാണുന്നില്ല, ഏതാണ്ട് സുലേഖ ഹോസ്പിറ്റൽ എന്ന് എഴുതിയേക്കുന്ന കാണാമോ? സുലേഖ ഹോസ്പിറ്റലിലാണ് എനിക്കല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ വരുന്ന സ്ഥലമാണ് സുലേഖ ഹോസ്പിറ്റൽ. ഇതെല്ലാം അൽനാദയിലാണ്. ഞങ്ങൾക്ക് അൽനാദ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അൽനാദ നമുക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്താ പിന്നെ അൽനാദയിൽ താമസിക്കാത്തതെന്ന്? എന്തിനാ കുറച്ച് അങ്ങോട്ട് ദൂരെ മാറി താമസിക്കുക? അത് ഓഫീസിൽ പോകാനുള്ള ഒരു സൗകര്യം കണക്കാക്കിയാണ് അങ്ങോട്ട് താമസിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പോകുമ്പം നല്ല ടൈം എടുക്കും. രാവിലത്തെ ട്രാഫിക്കും ഒക്കെ ആയിട്ട് പോകാൻ ഒത്തിരി ടൈം എടുക്കും. സോ അതുകൊണ്ടാണ് അങ്ങോട്ട് കുറച്ച് മാറി ഓഫീസിൽ പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. നമ്മൾ ഈ സിഗ്നൽ തിരിഞ്ഞ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദുബായ് റോഡാണ്. ലെഫ്റ്റ് സൈഡിലും ദുബായ് തന്നെയാണ്. അൽനാദ ദുബായ് ആണിത്. ഈ റൈറ്റ് കാണുന്ന ബിൽഡിങ്ങും ദുബായിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ ഇച്ചിരി കൂടെ നമ്മളൊരു ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിലെ വലിയ ടോൾ ബിൽഡിങ്സും ആ ടൈഗർ എന്ന് എഴുതിയിരിക്കുന്ന ബിൽഡിങ്ങും ഇതെല്ലാം ഷാർജയാണ്. ഈ ചെറിയ കടകളുടെ ബാക്ക് സൈഡ് ഒരു ചെറിയ വേലി പോലൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ളതെല്ലാം അൽനാദ ഷാർജയാണ്. റോഡിന് ഇപ്പുറത്തുള്ളതെല്ലാം അൽനാദ ദുബായ് ആണ്. അപ്പോൾ ഇതൊരു ദുബായ് ഷാർജ ഒരു ബോർഡർ എന്ന് പറയും. അതാണ് അൽനാദയാണ് ദുബായ് ഷാർജ ബോർഡർ. ഒരുപാട് മലയാളികൾ ഈ ഷാർജ അൽനാദയിലാണ് ഒരുപാട് മലയാളികൾ താമസിക്കുന്നത്. ഇൻക്ലൂഡിങ് ഞങ്ങളുടെ റിലേറ്റീവ്സും ഉണ്ട് അവിടെ താമസിക്കുന്നത്. ഒത്തിരി പേര് അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മലയാളികളെ കാണാം. അതുപോലെ ഒരുപാട് മലയാളികളുടെ റെസ്റ്റോറൻറ്റ്സും ഒത്തിരി ഉണ്ട്. പിന്നെ ഈ ബ്രിഡ്ജ്, ഇതിന് ക്യാമൽ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഇതൊരു ദുബായ് ആൻഡ് ഷാർജയുടെ കണക്ടിവിറ്റിയാണ്. ബിക്കോസ് ഇവിടെ റോഡ് ക്രോസിംഗ് ഒന്നും അങ്ങനെ പറ്റത്തില്ല, ഫൈൻ അടിക്കും. അതിനാണ് ഈ ബ്രിഡ്ജ് കൊടുത്തേക്കുന്നത്. ഇതിന് ക്യാമൽ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ദുബായ് സൈഡിൽ നിന്ന് കയറി നമുക്ക് ഷാർജയിൽ ഇറങ്ങാം, ഷാർജയിൽ നിന്ന് കയറി ദുബായിൽ ഇറങ്ങാം. അതിന് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡും ഉണ്ട് രണ്ട് സൈഡും ബ്രിഡ്ജിൻ്റെ. ബസ് പിന്നെ AC ബസ് സ്റ്റാൻഡാണ്. നമുക്ക് ചൂടത്താണെങ്കിൽ അതിനകത്ത് കയറിയിരിക്കാം. ഈ ലെഫ്റ്റിൽ കാണുന്നിടത്താണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അത് ദുബായിലാണ് വരുന്നത്. നമ്മളിവിടുന്ന് ടേൺ എടുത്ത് റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. ഇത് കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് തന്നെ. ഇപ്പം നമ്മൾ വേറെ ഓപ്പോസിറ്റ് വ്യൂ എന്നാണ് കാണുന്നത്, നേരത്തെ കണ്ട വ്യൂ എന്നല്ല. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഷാർജ. നമ്മൾ ടേൺ എടുത്ത് കഴിഞ്ഞപ്പം റൈറ്റ് സൈഡിലാണ് ദുബായ്. ഇതാണ് നമ്മുടെ ക്യാമൽ ബ്രിഡ്ജ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ആൻഡ് ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കഴിക്കാൻ വന്നത്, ഷദാബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ.
ഇവിടെ ഞങ്ങൾ ശതാബിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് കിട്ടി. ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഷാർജ. ഇത് ദുബായിലാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കാർ പാർക്ക് ചെയ്യുകയാണെങ്കിൽ വീക്കെൻഡ്സ് അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അതാണ് ആ ബാക്കിൽ എഴുതിയിരിക്കുന്ന പാർക്കിംഗ് ബോർഡിൽ 241C എന്നാണ് നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മെസ്സേജ് ത്രൂ നമുക്ക് മൊബൈലിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാശ് പോകും. നമുക്ക് ബാലൻസ് ചെയ്യുന്നതാണ്, മൊബൈലിൻ്റെ ബാലൻസിൽ നിന്നാണ് കാശ് പോകുന്നത്. അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം. 1 ഹവറിന് 2 ദിറംസും 2 ഹവറിന് 5 ദിറംസ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ നൈറ്റ് 10 o'clock കഴിഞ്ഞ് പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അത് തന്നെയാണ് പ്രേൺ ഈ പറയുന്നത്. പ്രേൺ പറഞ്ഞത് ആ സമയത്ത് മൈക്കിൽ എന്തോ പ്രശ്നം കാരണം ക്ലിയർ ആയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഈ കാണുന്ന പുറകിലാണ്. ലിഡു ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ എപ്പോഴും തിരക്കാണ്, അപ്പോൾ സീറ്റ് കിട്ടാറില്ല. അപ്പോൾ അവിടെ ചെന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ശതാബിൽ കയറിയിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. സീറ്റ് നല്ല സീറ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. മറ്റേത് ചെയർ മാത്രമുള്ള സീറ്റുകളും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കുഷൻ സോഫ പോലത്തെ സീറ്റുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏതായാലും ഇത് തന്നെയാണ് കിട്ടിയത്. ആൻഡ് പ്രേൺ വന്നിരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓർഡർ കൊടുത്തു. ബിക്കോസ് അവർ കുറച്ച് ലേറ്റ് ആക്കും ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു മിനി ചിക്കൻ പ്ലാറ്ററാണ്. അതിൽ കുറച്ച് കബാബ്സ് ഒക്കെ വരും, മിനി കബാബ്, പിന്നെ ഒരു ഗാർലിക് ബട്ടർ നാനാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഇങ്ങനെ ഒരു മറ പോലത്തെ എന്തോ ഒരു ഇങ്ങനെ വെച്ച് തന്നു, വല പോലത്തെ വെച്ച് തന്ന് ഞങ്ങൾക്കൊരു പ്രൈവസിക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. അപ്പം ഞങ്ങൾ ആഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മിററിലൂടെ കാണാം. അപ്പോൾ എത്തി, അവർ കൊണ്ട് വെച്ചു. ഇതാണ് ചിക്കൻ മിനി പ്ലാറ്റർ. ഒരുപാടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 8 സ്മോൾ പീസസ് ഓഫ് ചിക്കനേ ഉള്ളൂ. കബാബ്, മലായി ചിക്കൻ കബാബ് എന്ന് പറയുമല്ലോ അത്, പിന്നെ ഹരിയാലി ചിക്കൻ കബാബ്, പിന്നെ ലാൽ മിർച്ചിൻ്റെ ഒരു കബാബ് എന്ന് വെച്ചാൽ ചുമന്ന മുളകൊക്കെ ഇട്ട്, പിന്നെ സാധാ ഒരു കബാബ് റോള് പോലത്തെ അത്തൊരു 2 എണ്ണം, പിന്നെ ഒരു ഗാർലിക് നാനേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഇവിടെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വന്ന് ഡിന്നർ കഴിക്കാറുണ്ട്. കുറച്ച് ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നെങ്കിലും ഇവിടുത്തെ ചിക്കനൊക്കെ ഭയങ്കര ഫ്രഷാണ്. ഈ കബാബൊക്കെ നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിൽ കഴിച്ചാൽ നമുക്ക് ഈ ചിക്കൻ അത്ര ഫ്രഷായിട്ട് തോന്നാറില്ല. പക്ഷേ ഇതൊരു നല്ലൊരു ഒത്തൻറ്റിക് ഹൈദരാബാദി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ കബാബൊക്കെ ഒരുപാട് ഫേമസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കബാബുകളാണ് ഇവിടെ കിട്ടുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു അടിപൊളി ചട്നി അവർ തരും, ഒരു ഗ്രീൻ പുതിന ചട്നി, പ്ലസ് ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് മുമ്പൊക്കെ പലപ്പോഴും. പക്ഷേ ഇതിപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ബിരിയാണി ഒന്നും ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ ജസ്റ്റ് കബാബ്സ് മാത്രം കുറച്ച് വാങ്ങി കഴിച്ചിട്ട് രാത്രി ഇപ്പോൾ എനിക്കൊന്ന് ഒരു 9 ഒക്കെ ആയിരുന്നു. അപ്പം അത് മാത്രം കഴിച്ചിട്ട് ഞങ്ങൾ പോയി. അതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ കബാബാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് തീരാറായി. കഴിച്ച് തീർന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങൾക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. പൂവിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ പൂജയ്ക്ക് പൂ വയ്ക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി എല്ലാ വീക്കെൻഡും ഞങ്ങൾ വന്ന് വാങ്ങാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഞങ്ങൾ ഈ ഏരിയയിലോട്ട് വന്നതാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ഈ പൂക്കട ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കഴിച്ചിട്ട് പോയി വാങ്ങാം. ബിക്കോസ് ഓൾറെഡി 9:30 ആയിരുന്നു. പിന്നെ നമ്മൾ ഇനിയും ലേറ്റായിട്ട് വരുവാണെങ്കിൽ ഒത്തിരി ലേറ്റായി പോകും ഡിന്നർ. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ കഴിക്കാൻ വന്നിട്ട് പിന്നെ നേരെ പൂജ സ്റ്റോറിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഈറ്റിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നേരെ പൂജ സ്റ്റോറിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ പൂജ സ്റ്റോറിലെത്തി കേട്ടോ. ഇതാണ് മുരുകൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറ്.
ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കളായാലും ഇലകളായാലും തുളസി ഇല, പിന്നെ മാലകൾ, ദൈവത്തിൻ്റെ ഫോട്ടോസ്, വിളക്ക്, കർപ്പൂര, സാമ്പ്രാണി, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അതും പൂജയ്ക്കുള്ള പൂവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫ്രഷ് ഫ്ലവേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട്, അപ്പോഴും ഈ ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അർജൻറ്റ്ലി എന്തെങ്കിലും നൈറ്റ് നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്തെങ്കിലും പൂജയുണ്ട്. ഇവിടെ ഒത്തിരി പേര് അവരവരുടെ വീടുകളിൽ പൂജയൊക്കെ വെക്കാറുണ്ട്, നോർത്ത് ഇന്ത്യൻസും തമിഴിയൻസും ഒക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് പൂജയുണ്ട്, നമ്മൾ മറന്നുപോയി, നമുക്ക് ഒത്തിരി ഡിലേ ആയി, രാത്രി ആയാലും നമുക്ക് രാത്രി ഇവിടെ വന്നാലും നമുക്ക് പൂക്കൾ ഇവിടെ മേടിക്കാൻ കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു സൗകര്യം. അപ്പോൾ നമുക്ക് നേരെ ഇതിനകത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ ജമന്തി പൂ എന്നൊക്കെ പറയുന്നല്ലേ, അത് മഞ്ഞയിലുണ്ടായിരുന്നു, വെള്ളയിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ജമന്തി പൂ മേടിച്ച്, ഞങ്ങൾ എപ്പോഴും ജമന്തി പൂ വാങ്ങാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. അവിടെ നല്ല ജാതിമല്ലി എന്നൊരു പൂ പറയും. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇത് വിൽക്കാൻ വെച്ചിട്ട്. അതുപോലെ ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ട് ഇത് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക ഒരു മണമാണ്. നമ്മുടെ മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് ജാതിമല്ലി. പിന്നെ മുല്ലപ്പൂ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് റോസ് വാങ്ങണമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് വേണ്ട, ബിക്കോസ് ഈ റോസിനൊക്കെ ഈ വലിയ തണ്ട് പോലെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ചെറിയ പൂജ റൂമിൽ നമ്മുടെ പൂജ ബോക്സ് ഞങ്ങളിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് വെക്കാൻ ഇത് പാടാണ്. മാത്രമല്ല ഞങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്ന ദൈവങ്ങളൊക്കെ വളരെ ചെറുതാണ്. അവരുടെ മുന്നേ വലിയ പൂക്കൾ വെക്കുമ്പോൾ അവരങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഞാനെന്ത് ചെറിയ വെള്ളപ്പൂക്കളാണ് മേടിച്ചത്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ബോക്സാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെച്ചേക്കുന്നത്, ദൈവത്തിനെ വെച്ചേക്കുന്നത്. പിന്നെ കൃഷ്ണൻ്റെ വലിയൊരു ഐഡൽ അവിടെ ഇരിപ്പുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ സാമ്പ്രാണികളും പല ബ്രാൻഡിൻ്റെ സാമ്പ്രാണികളാണ് ഇവിടെ വിൽക്കാനുള്ളത്. ധൂപ്പ് എന്ന് പറയും, ഈ പുകയ്ക്കുന്നുണ്ടല്ലോ ധൂപ്പ്, അങ്ങനത്തേത്. പിന്നെ സ്റ്റിക്ക് പോലത്തെ ധൂപ്പുകളും ഉണ്ട്. പൊടിയല്ലാതെ സ്റ്റിക്കുണ്ട്, കർപ്പൂരമുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഗണപതി ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞ് ചെറിയ വിഗ്രഹങ്ങളൊക്കെ പറയത്തില്ലേ, നമ്മുടെ ശിവഭഗവാന്റെയും ഗണപതി ഭഗവാന്റെയും പർപ്പിൾ റെഡ് കളറിൽ വരെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പൂജാ സാമഗ്രികൾക്ക് മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ നേരെ പൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് തീപ്പെട്ടിയും സാമ്പ്രാണിയും കുങ്കുമം, പിന്നെ ഭസ്മം, പിന്നെന്താ എണ്ണ, നമ്മുടെ വിളക്ക് കൊളുത്താനുള്ള എണ്ണ, തിരികൾ, ഇതെല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ സൈഡിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഞാനൊരു ധൂപ്പ് വാങ്ങി, പുതിയൊരു സാൻഡലിൻ്റെ ഒരു ധൂപ്പ് വാങ്ങി, ഒരു തീപ്പെട്ടിയും പിന്നെ കർപ്പൂരവും ഒക്കെ എടുത്തു, ഒരു തിരിയും വാങ്ങി. അതാണ് ഞാൻ ഇവിടുന്ന് പൂവിന് മീൻസ് വിളക്കിൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിയത്, അതാണ്. പിന്നെ കുറച്ച് പൂവും വാങ്ങി, അതവർ പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കൗണ്ടറിൻ്റെ നേരെ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരുപാട് സ്നാക്സ് വിൽക്കുന്ന കടകളാണ്. പിന്നെ ഇത് കടകളല്ല, സ്നാക്ക് വിൽക്കുന്ന കൗണ്ടറാണ്. പിന്നെ ഇത് കണ്ടില്ലേ, നല്ല പൂക്കളും പൂമാലകളും ഒക്കെ ഉണ്ട് വിൽക്കാനായിട്ട്. ഇവരെല്ലാം ബാസ്ക്കറ്റ്സിലാണ് പൂ വെക്കുന്നത്. തീരുമ്പോൾ അവർ നിറച്ചുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ സ്റ്റോക്കിൽ വെച്ചേക്കാണ്. ആൻഡ് ആ പൂവെടുക്കുന്ന പുള്ളിയുടെ നേരെ ബാക്ക് സൈഡിലാണെങ്കിലും ഒരുപാട് നമ്മുടെ ഈ നല്ല ഭാരമുള്ള ഈ വിളക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽ തന്നെയുള്ള കുറേ ഐഡൽസും ദൈവങ്ങളുടെ കുറേ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ വില കമ്പയർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര വിലയാണ് ഇവിടെ. അപ്പം ഞാൻ മോസ്റ്റ്ലി നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. ഇവിടെ അവരുടെ ബാക്കിൽ ഇരിക്കുന്നതിനൊക്കെ ഭയങ്കര വില, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അതെല്ലാം. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് എല്ലാ പൂക്കളും എടുത്തു. ആൻഡ് ഒരു വെള്ള കളറിൻ്റെ ഒരു പൂ കണ്ടില്ല, ഇങ്ങനെ നീണ്ട ട്യൂബ് റോസ് എന്നാണ് തോന്നുന്നു ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ഹിന്ദിയിൽ എനിക്കൊന്ന് രജനീകാന്ത എന്നാണ് പറയുന്നത്. അപ്പോൾ അതേലും കുറച്ച് ഞങ്ങളത് ആദ്യമായിട്ടാണ് വാങ്ങിയത്. സാധാരണ അത് വാങ്ങാറില്ല, ജമന്തിയും റോസും ഒക്കെയാണ് വാങ്ങാറ്. അപ്പോൾ അതേലും കുറച്ചിന്ന് വാങ്ങി, കുറച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പൂക്കളൊക്കെ ബില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ ബാക്കിൽ സ്നാക്ക് കൗണ്ടർ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അടയാർ ആനന്ദഭവൻ എന്നൊരു കടയുണ്ട് തമിഴ്നാട്ടിലും, പിന്നെ വേറെ ഏതോ കൺട്രീസിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ബേക്കറി ടൈപ്പാണ്. അപ്പോൾ അവരുടെ എല്ലാ സ്നാക്ക് ഐറ്റംസും, സ്നാക്കിൻ്റെ ഈ കുറേ മുറുക്കും മിക്സർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് കേരള മിക്സറും പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയുള്ള അങ്ങനത്തെ പല സാധനം ഇവിടെ വിൽക്കാനുണ്ടായിരുന്നു. മുറുക്കും അച്ചപ്പവും മിക്സറും ഒത്തിരി സാധനം, കപ്പലണ്ടി മുട്ടായി, പിന്നെ എള്ളുണ്ട, ഇങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ മാവുണ്ട, ഞാൻ ആ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നതാണ് മാവുണ്ട വരെ ഉണ്ടായിരുന്നു ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഏതായാലും അതിൽ ഒരു ഓംപോസ് പൊടി മാത്രം മേടിച്ചു. പിന്നെ ഇത് കണ്ടില്ലേ, വലിയ വലിയ മാലകൾ, ഇതാണ് ഞാൻ അടയാർ ആനന്ദ് ഭവൻ്റെ ഒരു ഓംപോ പൊടി മേടിച്ച്. ഓംപോസ് എന്നാണ് പറയുന്നത്, ഓം പൊടി എന്നാണ് പറയുന്നത്.
ഇതാണ് ഞാൻ പറഞ്ഞ ജാതിമല്ലി, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ജാതിമല്ലി, ഒരു പിങ്കിഷ് ടച്ച് ഉണ്ട് അതിന്. പിന്നെ മറ്റേത് മുല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ട്യൂബ് റോസ് വെള്ള കളറിൻ്റെ. പിന്നെ അരളിയാണ് പല കളറിൻ്റെ ആയിരുന്നു അവിടെ ഉള്ളത്. അതിൽ ഞങ്ങളൊരു റെഡ് കളറിൻ്റെ അരളി കുറച്ച് വാങ്ങി. അതെല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രി 11-11:30 ആയെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ടയേർഡായി. ഞങ്ങൾ കുറേ നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ചെന്ന് കാറിൽ കയറി നേരെ വീട്ടിൽ പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു വെളിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിന് പോയി. പിന്നെ ഞങ്ങൾക്ക് പൂജയ്ക്ക് വെച്ച സാധനങ്ങൾ, പൂജയ്ക്കല്ല, ഞങ്ങളുടെ പൂജ റൂമല്ല, പൂജയ്ക്ക് ഞങ്ങൾ ദൈവങ്ങളെയൊക്കെ വെച്ച സ്ഥലത്ത് ഞങ്ങൾ ഇച്ചിരി പൂക്കളൊക്കെ വല്ലപ്പോഴും വെക്കും. പിന്നെ കുറച്ച് കർപ്പൂരം അങ്ങനത്തെ എണ്ണ തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർന്നിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനും കൂടെ അങ്ങനെ പോയതേ ഉള്ളൂ. അല്ല വീട്ടിൽ പൂജയൊന്നുമില്ല. ജസ്റ്റ് എല്ലാ ആഴ്ചയും കുറച്ച് പൂക്കൾ വാങ്ങി വെക്കാറുണ്ട്. ബിക്കോസ് നമ്മളിവിടെ ചൂടാണ്, നമ്മുടെ ചെടികളിലൊന്നും പൂവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളവിടെ പോയി വാങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞു, പൂവും വാങ്ങി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വ്ളോഗിൽ ഇന്ന്. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, പെർഷ്യൻ മലയാളി വ്ളോഗാണ്. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വ്ളോഗിനെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇനിയും നിങ്ങളെ ഇങ്ങനെ കാണിക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ കാറിലേക്ക് കയറുവാണ്, വീട്ടിലേക്ക് പോവാണ്. Bye. Thank you so much for watching our channel. And until we meet next time, thank you so much and bye. Take care. Good night.